ഹലോ നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫേൺ ഹോട്ടലിലെ താമസവും കൊച്ചി ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫേൺ ഹോട്ടലിലെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്താണ്. ഈ സ്വിമ്മിംഗ് പൂള് പകൽ കാണുന്ന നടക്കില്ല, രാത്രിയിൽ ലൈറ്റെല്ലാം വന്നപ്പോൾ വ്യത്യസ്തമാർന്നൊരു ഭാവമല്ല ഇതിന് വന്നിട്ടുണ്ട്. നാല് ചുറ്റും ഒരുപാട് ലൈറ്റ്സ് എല്ലാം കൊടുത്ത് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ വീഡിയോയിൽ ഫേൺ ഹോട്ടലിൽ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ഏരിയാസും അതുപോലെ തന്നെ ഇവിടുത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് നമ്മളെ ലീമർഡിയിലുണ്ട്, അവിടെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വ്യൂസും അതുപോലെ തന്നെ വാട്ടർ മെട്രോയിൽ നമ്മൾ പോയിരുന്നു. അങ്ങനെ നമ്മൾ കറങ്ങാൻ പോയ കുറച്ച് വ്യൂസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞങ്ങൾ ഇടപ്പള്ളി ലുലുവിൽ കാറെല്ലാം പാർക്കിന് ശേഷം ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ MG റോഡ് മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി ആട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ MG റോഡ് മെട്രോ സ്റ്റേഷനാണ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിച്ചേരാനായിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ ഈ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ അടുത്ത് വന്നിറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ നടക്കുമ്പോൾ നമുക്ക് സ്റ്റേഷൻ അടുത്തോട്ട് എത്തിച്ചേരാൻ പറ്റും. ഈ പോകുന്ന വഴിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ജ്യൂസ് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ല ക്ലാസ് ആയിട്ട് AC-യിലിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് വാട്ടർ മെട്രോ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സെറ്റപ്പൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ് ഏകദേശം 10-12 ആൾക്കാർക്ക് ഇങ്ങനെ നിൽപ്പുണ്ടോ, വലിയ കുഴപ്പമില്ല, നമുക്ക് പോകാൻ പറ്റുന്നൊരു രീതിയൊക്കെയാണ്. ആ കടന്നു പോകുന്ന ബോട്ട് കണ്ടോ, ഇത് ഞങ്ങൾ പോകുന്ന അതേ രീതിയിലുള്ള മറ്റൊരു വാട്ടർ മെട്രോയുടെ ബോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് DP വേൾഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ മുന്നിലൂടെയാണ്. ഇവിടെ ഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ കയറ്റി ഇറക്കുകയും ചെയ്യുന്ന ജോലികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് ഒരു ബോട്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വന്ന് കടന്നുപോയി. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഓളത്തിൽ നമ്മുടെ ബോട്ടും ചെറുതായിട്ട് ഇങ്ങനെ ആടി വലയുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ആദ്യ സ്റ്റോപ്പായ വൈപ്പിലാണ് എത്തിയിരിക്കുന്നത്. വൈപ്പിൽ കൂടുതൽ സ്റ്റേ ഒന്നുമില്ല, 5 മിനിറ്റ്സിനകം തന്നെ ആൾക്കാരെ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ആ കാണുന്നത് ഫെറി ബോട്ട് സർവീസ് ആണ്. ഇവിടെ നിന്ന് എവിടേക്കോ പോകുന്ന ഒരു ഫെറി ബോട്ടാണിത്. അതിൻ്റെ അടുത്തുകൂടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ബോട്ട് ചീരിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. വൈപ്പിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ കൂടുതൽ സമയമൊന്നും ചിലവഴിക്കുന്നില്ല, നല്ല ചൂടാണ്. അവിടെ ഒന്ന് ചുറ്റിക്കറഞ്ഞാൽ അടുത്ത ബോട്ടിൽ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഇതിൻ്റെ പിറകിലായിട്ട് കാണുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചി ഏരിയയിലെ നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ്, ചീന വലയുടെ സിസ്റ്റങ്ങളൊക്കെയാണ്. ഈ ചീനവലയിലെ ജോലി എന്ന് പറയുന്നത് നല്ല അധ്വാനമുള്ള ഒരു ജോലി തന്നെ. ഇത് വലിച്ച് താക്കുക, അതുപോലെ വലിച്ച് പൊക്കുക, ഇത് ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള മീനൊന്നും ഇവിടെ നിന്ന് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. വളരെ കുറച്ച് മീനൊക്കെയാണ് അവർക്ക് കിട്ടുന്നതായിട്ട് തോന്നുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ്. രാത്രി കാലങ്ങളാണെങ്കിൽ നല്ല വൈബാണ്. ഇപ്പോൾ രാത്രിയിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം നമ്മൾ അടുത്ത വരുന്നൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പകൽ സമയത്ത് നല്ല ചൂടാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ കറങ്ങാൻ നിൽക്കാത്തത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് തുണിത്തരങ്ങൾ, നോർത്ത് ഇന്ത്യ സ്റ്റൈലിലെ തുണിത്തരങ്ങൾ കിട്ടുന്ന സ്റ്റാളുകൾ, ഇളനീർ കച്ചവടക്കാർ, അങ്ങനെ നല്ല തിരക്കാണ് ഈ ഒരു ഏരിയയിൽ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ വന്ന നമ്മുടെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴി ദൂരെ നിന്നൊരു ഷിപ്പ് അടുത്തൊന്ന് വലിയൊരു ഭീമൻ ഷിപ്പായിട്ട് മാറി. അതിൻ്റെ വീഡിയോസ് എടുക്കുന്ന തിരക്കിലാണ് നമ്മളെ ബോട്ടിൽ ഇരിക്കുന്ന മിക്ക ആൾക്കാരും. മറൈൻ ഡ്രൈവിൻ്റെ ഈ കാണുന്ന മനോഹരമായ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ ബോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഹൈക്കോർട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ലുലുവിൽ വന്ന് പിസയെല്ലാം കഴിച്ചിട്ടാണ് റൂമിലെത്തിയത്. വൈകുന്നേരം നമ്മൾ ലീമർഡിയിലാണ് വന്നിരിക്കുന്നത്. ലീമർഡിയിൽ നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്.
ഓടക്കുഴൽ സംഗീതം എല്ലാം കേൾക്കുന്നതിനിടയിൽ ഞങ്ങളുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്, പഴംപൊരി ചാട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ കേരള ഫ്യൂഷനാണ് ഈ ഒരു പഴംപൊരി ചാട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള നമ്മുടെ പഴംപൊരി നല്ലൊരു ഐറ്റം തന്നെയാണ്. ചിക്കൻ കറി, വീട്ടിലെ കോഴിക്കറി, ഫിഷ് നിർമ്മാണം, നൂൽ പരോട്ട. ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് ഈ വീട്ടിലെ കോഴിക്കറി. അതുപോലെ തന്നെ ഫിഷ് നിർവാണ, നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണല്ലോ ഫിഷ് നിർവാണ. അത് പിന്നെ നൂൽ പൊറോട്ടയും അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ ഇവിടുത്തെ രുചിയെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം തന്നെ നല്ല ഒന്നാന്തര സ്വാദായിരുന്നു. എല്ലാ ഐറ്റംസും ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച് ഞങ്ങൾ ലീമർഡിയിൽ നിന്നും ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അങ്ങനെ രാവിലെ നല്ലൊരു ഉറക്കത്തിന് ശേഷം എല്ലാം എണീറ്റിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടൊരു മോർണിംഗ്. അപ്പോൾ നമുക്ക് വേണ്ടി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ബഫേ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് പോയി കഴിക്കാം. എൻ്റെ കുറച്ച് വ്യൂസ് കാണാം. ഇവിടെ താഴത്തെ നിലയിൽ ലോബിയോട് ചേർന്ന റെസ്റ്റോറൻറ്റിലാണ് ഗംഭീരമായിട്ടുള്ള ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ സെർവ് ചെയ്യുന്നത്. ഇവിടെ വന്നു കയറുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധയപ്പെടുന്നത് ഈ പലതരത്തിലുള്ള ഭരണികളിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ പലതരത്തിലുള്ള സാലാഡ്സും ഫ്രൂട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വാട്ടർമെലൺ ജ്യൂസും ക്യാരറ്റ് ജ്യൂസും വെജിറ്റബിൾ ജ്യൂസും അതുപോലെ തന്നെ മിൽക്ക് ഷേക്കും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ നാടൻ വടയുണ്ട് കേട്ടോ, വടയും അതുപോലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ടൊമാറ്റോ ചട്നിയും കോക്കനട്ട് ചട്നിയും ഒക്കെ ഉണ്ട് ഫ്രഷായിട്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യക്കറി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ടയം സ്റ്റൈലിൽ കള്ളപ്പമാണ് ഈ ഇരിക്കുന്നത്. കള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു സ്റ്റൂ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസും ഒക്കെ ഉണ്ടായിരുന്നു. ആലു പൊറോട്ടയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പോഹ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യക്കാർ ഒരുപാട് പേര് പോഹ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവം, ബംഗാളി ഡിഷായ ലച്ചിയും ദാലും, ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ പൂരി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്, ഗീ ഒക്കെ ഒഴിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓട്സും പാലും കൂടെ അടങ്ങിയ ഒരു ഡിഷ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റീംഡ് പൊട്ടറ്റോ കിട്ടി കേട്ടോ. സ്റ്റീംഡ് പൊട്ടറ്റോയിലാണെങ്കിൽ കുരുമുളകും ഉപ്പൊക്കെ ആയിട്ട് അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഗ്രിൽഡ് ടൊമാറ്റോ, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. പ്രത്യേക ഒരു മസാല കോട്ടിങ്ങോട് കൂടിയ ഒരു ടൊമാറ്റോ ഒക്കെ ആയിരുന്നു. പിന്നെ പീസും അതുപോലെ തന്നെ കോണും സ്റ്റീം ചെയ്തതും ഇതെല്ലാം കൂട്ടിയായിരുന്നു നമ്മുടെ ഫസ്റ്റ് റൗണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് ഓംലെറ്റ് പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചീസ് ഓംലെറ്റ് ആണ് ഞാൻ ട്രൈ ചെയ്തത്, ഒരു സ്പാനിഷ് സ്റ്റൈലിലുള്ള ചീസ് ഓംലെറ്റ്. അതൊക്കെ കൂട്ടി നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഈ ഒരു സെക്ഷനിൽ ഈ കളർഫുൾ ആയിട്ട് കാണുന്ന ഫ്രൂട്ട് ലൂപ്പ്, അതുപോലെ പലതരത്തിലുള്ള കോൺഫ്ലെക്സ്, മൾട്ടിഗ്രെയിൻസ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും പിന്നെ മുളപ്പിച്ച പയറും ഒക്കെ ആയിട്ട് ഹെൽത്തി കോർണർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കണ്ടോ, ഇവിടെ പേസ്ട്രീസും പലതരത്തിലുള്ള ബ്രെഡും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. ഇത് ഡാനിഷ് പേസ്ട്രി, അതുപോലെ തന്നെ പലതരത്തിലുള്ള കേക്ക്സ്, മഫിൻസ്, വെറൈറ്റി ആയിട്ടുള്ള നിരവധി ഐറ്റംസ്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഐറ്റമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമുള്ളവർക്ക് നിരവധി തരത്തിലുള്ള ബ്രെഡ്, ബട്ടർ ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇതിൽ നിന്നെല്ലാം കുറച്ച് സംഭവങ്ങളും ചിക്കൻ സോസേജും ഒക്കെ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഗംഭീരമാക്കി. ഈ ഒരു ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ പഴയ ഒരു കെട്ടിടമാണ്. ഇവിടെ ഇത്രയും റൂം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആ മൊത്തം ഒന്ന് ചുറ്റി കിടന്ന് കാണാൻ നോക്കി. എൻ്റെ മോനെ പറഞ്ഞിട്ട് കാര്യമല്ല, നടന്ന് ഞാൻ കുഴഞ്ഞല്ലാത്ത റൂംസിൻ്റെ എണ്ണം തീരുന്നില്ല. മുകളിൽ കണ്ടോ, ഓട് ഇട്ടണക്കാണ്, പക്ഷേ ഫാൾ സീലിംഗ് എല്ലാം ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആക്കി വെച്ചിട്ടുണ്ട്. റൂംസൊക്കെ വളരെ സ്പേഷ്യസും ഒക്കെയാണ്. പിന്നെ നല്ല സർവീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവരുടെ ബിഹേവിയർ ആണെങ്കിലും ഒക്കെ തന്നെ സ്റ്റാഫിൻ്റെയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ എന്തുകൊണ്ടും ഒന്ന് നിൽക്കാൻ പറ്റിയ, ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയ ഒരു ഹോട്ടലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൊച്ചി ട്രിപ്പും ഫേൺ ഹോട്ടലിനെ പറ്റിയിട്ടുള്ള ഈ ഒരു രണ്ടാം ഭാഗവും ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പോയ വേറൊരു റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള പ്രത്യേക ഒരു വീഡിയോ ഉണ്ട്, അത് അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ താമസവും നമ്മുടെ കൊച്ചി ട്രിപ്പൊക്കെ സൂപ്പറായിരുന്നു. പ്രത്യേകിച്ച് ഈ ഹോട്ടൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നൊരു സംഭവമാണ്, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ല. അപ്പം ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ഉറപ്പായും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ചിറ്റ്ലക്കാടൻ സൈനിങ് ഓഫ്.